പല മണ്ഡലങ്ങളെക്കുറിച്ചും പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള ഈ SIR പരിഷ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും BJPക്ക് കുറച്ചൊരു സ്വാധീനം കൂടുതലുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളത് കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ മണ്ഡലം, അല്ലെങ്കിൽ നേമം നിയമസഭാ മണ്ഡലം, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം, ഇങ്ങനെ തുടങ്ങി BJPക്ക് കുറച്ച് വോട്ട് അധികം കിട്ടുന്ന, അവർ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ ഏതാണ്ട് 55% ആളുകൾ ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ ബൂത്തുകളിൽ ഏതാണ്ടൊക്കെ ആ ബൂത്തുകൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ ആ ബൂത്തുകൾ BJPക്ക് വലിയ തോതിൽ വോട്ട് കിട്ടുന്ന ബൂത്തുകളാണ്. അവിടെ രണ്ട് സാധ്യതകൾ. ഒന്നിൽ BJP നേരത്തെ ചേർത്തു, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമമായി ഉയർന്നിട്ടുള്ളതാണ്. തൃശ്ശൂരിന്റെ ഒക്കെ കാര്യത്തിൽ കൃത്രിമമായി വോട്ട് ചേർത്തത് ഇത് വന്നപ്പോ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നോക്കാം. അതർവൈസ് BJPക്ക് കിട്ടാനിടയില്ലാത്ത വോട്ടുകൾ SIR എന്നുള്ള പേരിൽ മനഃപൂർവ്വം ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ രേഖകൾ കൊണ്ടുവരൂ എന്ന് അവരോട് പറയുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇത് രണ്ടുമാകാം. ഇതെന്താണ് ഗ്രൗണ്ടിൽ നടന്നിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല.